സുപ്രീം കോടതിയുടെ വിധി അംഗീകരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. പക്ഷേ അതിൽ ചില അഭിപ്രായങ്ങളും കൂടി പറയാനുണ്ട്. കാരണം കേരളത്തിൽ 14,000-ഓളം വരുന്ന സ്കൂളുകളുണ്ട്. അതെല്ലാം നല്ലവണ്ണം പ്രവർത്തനം നടത്തിക്കൊണ്ട് പോകുന്ന സ്കൂളുകളാണ്. 92,000-ഓളം വരുന്ന 1,92,000-ഓളം വരുന്ന അധ്യാപകരുണ്ട്. 47 ലക്ഷത്തോളം വരുന്ന വിദ്യാർത്ഥികളുണ്ട്. പല സ്കൂളുകളിലും ഇന്നിപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ കൂടുതലാണ് ഇരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഷോർട്ടേജ് പൊതുവിൽ കേരളത്തിനില്ല. ഇപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ, ഗുജറാത്ത് അതുപോലുള്ള സംസ്ഥാനങ്ങളിലൊക്കെ ആണെങ്കിൽ ഒരു സ്കൂൾ കഴിഞ്ഞാൽ പിന്നെ എത്രയോ കിലോമീറ്റർ കഴിഞ്ഞിട്ടാണ് ഒരു സ്കൂളിനെ കാണുന്നതിന് വേണ്ടി കഴിയുന്നത്. അതുമാത്രമല്ല, അവിടെയെല്ലാം ഉള്ള സ്കൂളുകളുടെ ഒരു വലിപ്പം തന്നെ നോക്കിയാൽ നമ്മളൊരു കുടിലിൻ്റെ ഭംഗി മാത്രമാണ് അതിന് ഉണ്ടാവുക. ഇവിടെ ഏതാണ്ട് ഒരു 60% സ്കൂളുകളും അമ്പരചുംബികളായിട്ടുള്ള ഏറ്റവും നല്ല കെട്ടിടങ്ങളിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ സ്മാർട്ട് ക്ലാസ് റൂംസും ആധുനിക സജ്ജീകരണങ്ങളോട് കൂടിയ സ്കൂളുകളാണ് പ്രവർത്തിക്കുന്നത്. ഈ കാര്യം ഒരു പ്രത്യേക വിഷയമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. ഇപ്പോൾ വിധി വന്നതിനെ സംബന്ധിച്ചിടത്തോളം വേണ്ടി വന്ന ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് സുപ്രീം കോടതിയെ ഈ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുന്നതാണ്. സുപ്രീം കോടതിയുടെ വിധിയുടെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയാൽ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് വേണ്ടവണ്ണം നമ്മുടെ കേരള ഗവൺമെൻറ് ശ്രദ്ധിക്കുന്നില്ല എന്ന് സംശയമുണ്ടോ എന്ന് തോന്നുന്നതാണ്. അതല്ല, ദേശീയാടിസ്ഥാനത്തിൽ നടന്നിട്ടുള്ള എല്ലാ മത്സര പരീക്ഷകളിലും അക്കാഡമിക് നിലവാരം മെച്ചപ്പെടുത്തുന്നതിനെ സംബന്ധിച്ചിടത്തോളമുള്ള അതിൻ്റെ കണക്കെടുപ്പിലൊക്കെ തന്നെ ഈ കേരളം 1ാം സ്ഥാനത്ത് 2ാം സ്ഥാനത്ത് ആണ്. അപ്പോൾ ആ വിവരങ്ങളുമൊക്കെ തന്നെ ഇപ്പോൾ കേരളത്തിൽ പൊതുവിദ്യാഭ്യാസ രംഗത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിപ്ലവകരമായ മാറ്റങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു റിവിഷൻ പെറ്റീഷൻ കൊടുത്ത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയുമെന്ന് സംബന്ധിച്ചിടത്തോളം ആലോചിക്കും. എന്ന് മാത്രമല്ല, സുപ്രീം കോടതിയുടെ വിധി നടപ്പിലാക്കേണ്ട സാഹചര്യം ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ചിടത്തോളം ആലോചിക്കുന്നതിൽ തെറ്റൊന്നുമില്ല.